ഹലോ. നമ്മളെ സ്കൂളുകളിലെ കുട്ടികളും അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും അവരുടെ പ്രൊജക്ടുകൾക്കൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എംബഡഡ് ബോർഡാണ് ഓർഡിനോ യൂനോ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ബോർഡ് എന്നുള്ളത്. നമുക്കൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ IoT ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളൊക്കെ ഓർഡിനോയിൽ പലരും ചെയ്യുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ബോർഡ് കൂടെ കാണിച്ചു തരാം. ഈ രണ്ട് ബോർഡും നിങ്ങൾ നോക്കൂ. ഇത് രണ്ടും തമ്മിൽ ഒന്ന് ബ്ലൂ നിറത്തിലാണ്, ഒന്ന് ഗ്രീൻ നിറത്തിലാണ് എന്നത് ഒഴിച്ചാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഒരു പക്ഷേ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള ഈ ഒരു ഓർഡിനോ യൂനോ ബോർഡിനെക്കാളും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു എംബഡഡ് ബോർഡാണ് ഈ കയ്യിലിരിക്കുന്ന സംഗതി. ഇത് ഇന്ത്യ സ്വന്തമായിട്ട് തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, തിരുവനന്തപുരത്തുള്ള സീഡാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേഗ പ്രൊസസർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. നമുക്കറിയാം ഓഡിയോ എന്നുള്ളത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, വളരെ സ്മോൾ സ്കെയിൽ അപ്ലിക്കേഷൻസിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എംബഡഡ് ബോർഡാണ്. ഇതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആകെ ഉള്ളത് ഒരു 2 KB റാം ആണ്, ഒരു 8 ബിറ്റിന്റെ അല്ലെങ്കിൽ 16 ബിറ്റിന്റെ ഒക്കെ ചെറിയൊരു മൈക്രോ പ്രൊസസർ കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അറ്റ്മൻ എന്നുള്ള കമ്പനിയാണ് സ്വാഭാവികമായിട്ട് ഇതിന്റെ ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ പ്രൊസസറൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കൊരു കുറച്ച് ഒരു 10-16 GPU പിൻസും കണക്ട് ചെയ്യാനുള്ള ചെറിയ പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ചെറിയ കുഞ്ഞു ബോർഡിലുണ്ട്. എന്നാൽ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, സീഡാക്ക് നേരത്തെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഈ ഒരു വേഗ എന്നുള്ള പ്രൊസസർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം, സീഡാക്കിന്റെ അരീസ് V3 എന്നാണ് ഈ ബോർഡിന്റെ പേര്. തേജസ് എന്ന് പറയുന്ന ഒരു 32-ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. 2 KB റാം ആണ് നമ്മളെ കയ്യിലുള്ള ഓർഡിനോ യൂനോയിലുള്ളതെങ്കിൽ 512 KB റാം കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പിന്നെ തേജസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അരീസ് V3 എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സാധാരണ നമ്മൾ ഓർഡിനോ യൂനോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വളരെ ചെറിയ ഒരു 16 MHz ഒക്കെ ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള തേജസ് അല്ലെങ്കിൽ അരീസ് V3 ബോർഡ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന അപ് ടു 100 MHz വരെയൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ചുകൂടെ ഹൈ എൻഡ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പ്രൊജക്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ ഓർഡിനോ യൂനോ ബോർഡിനെക്കാളും എന്തുകൊണ്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രാജ്യം തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു അരീസ് V3 എന്ന് പറയുന്ന ബോർഡ് അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ വേഗ എന്ന് പറയുന്ന ഈ ഒരു മൈക്രോ കൺട്രോളർ ആണ്. ഓക്കെ.